കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയതിനു പിന്നാലെ മലയോര നാടിന് സമ്മാനമായി പിണറായി സർക്കാർ ചിറ്റാറിൽ ജില്ലാ സ്പെഷ്യാലിറ്റി ആശുപത്രിയും നിർമ്മിക്കുന്നു. KU ജനീഷ് കുമാറിലൂടെ കോന്നി തിരിച്ചുപിടിച്ച ഇടതുപക്ഷം നാടിനെന്തു നൽകിയെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനുള്ള ഉത്തരമാണ് പിണറായി സർക്കാർ മലയോര നാട്ടിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ. ചിറ്റാർ ജനതയുടെ പ്രധാന ആവശ്യങ്ങളൊന്നായിരുന്നു നാട്ടിൽ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി. ഇപ്പോഴിതാ LDF സർക്കാർ അതും യാഥാർത്ഥ്യമാക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മെഡിക്കൽ കോളേജ് കോന്നിയിൽ തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ പരിഹരിക്കപ്പെട്ടെങ്കിലും പിന്നെയും അതും കുറേ ദൂരമാണ്. രാത്രി കാലങ്ങളിലൊക്കെ ചിലപ്പോൾ അവിടെയൊക്കെ പോകാനും വരാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്, യാത്രാ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഹോസ്പിറ്റൽ വരുന്നതോടുകൂടി ഈ മേഖലയ്ക്ക് ഇപ്പോൾ ചിറ്റാറ് സീതത്തോട് സമീപ പ്രദേശങ്ങളായ മേഖലകൾക്കെല്ലാം ഒരു ഗുണമായി വരുന്നു എന്നുള്ളതാണ്. നാട്ടുകാരനായ പ്രവാസി വ്യവസായി വർഗീസ് കുര്യൻ സൗജന്യമായി നൽകിയ 2 ഏക്കർ സ്ഥലത്താണ് ആശുപത്രി നിർമ്മിക്കുന്നത്. OP ബ്ലോക്കും പ്രസവമുറി, ഓപ്പറേഷൻ തിയേറ്റർ, ICU, IP വാർഡുകൾ തുടങ്ങിയവ ആശുപത്രിയിൽ സജ്ജീകരിക്കും. അമ്മയും കുഞ്ഞും ജില്ലാ ആശുപത്രി, അമ്മയും കുഞ്ഞും ആശുപത്രി എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും എല്ലാ ചികിത്സയും ലഭ്യമാകുന്ന തരത്തിലാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനം നടത്തുന്നത്. ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തുന്ന അതേ ദിവസം തന്നെയാണ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടവും നാടിന് സമർപ്പിക്കുന്നത്. മെയ് 9 നടക്കുന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങ് ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും. MLA ഫണ്ടിൽ നിന്ന് വകയിരുത്തിയ ആംബുലൻസും ചിറ്റാറുകാർക്ക് ഇതേ ദിവസം ലഭിക്കും. 2 കോടി രൂപയാണ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ ചെലവ്. ICU സൗകര്യങ്ങളോട് കൂടിയ ആംബുലൻസിന് 52 ലക്ഷം രൂപയാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.